അഭിനയിക്കുന്ന മമ്മൂക്കയൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ നോക്കുമ്പോൾ എല്ലാ സിനിമകളും റോഷാക്കിലിട്ടാണ്. അപ്പോൾ കൂമണിലായാലും ആസിഫിക്കുണ്ട്. എങ്ങനെയാണ് ആസിഫിക്ക് എനിക്ക് തന്നെ അടുത്തൊരു ഇൻവെസ്റ്റിഗേഷൻ ജേർണലിലേക്ക് ഒരു മൂവി ആസിഫിക്കൊക്കെ കൊണ്ട് തന്നെ ചെയ്യിക്കാം, അങ്ങനെ എങ്ങനെയാണ് എത്തിയത് ആസിഫിന്റെ തന്നെ? അല്ല, ഈ ക്യാരക്ടർ ഞങ്ങൾ ഇതിപ്പോൾ അതിൻ്റെ ഒരു തുടക്കം എനിക്ക് തോന്നുന്നു ഞാനത് പറഞ്ഞിട്ടില്ല എന്ന് തോന്നുന്നു. അല്ല, കുറേ മീഡിയയിലൊക്കെ പറഞ്ഞതാണ്. ഇത് ഹിന്ദിയിൽ ചെയ്യാനിരുന്ന പ്രൊജക്റ്റാണ്. ഒരു 5 വർഷം മുമ്പ് അവിടെ നിന്നാണ് ഇതിൻ്റെ കഥാകൃത്ത്, ഒരു അപർണ എന്ന് പറഞ്ഞൊരു ലേഡിയുടെ കഥ, ഒരു ശ്രീനിവാസ് എന്ന് പറഞ്ഞൊരു ചെറുപ്പക്കാരൻ സ്ക്രിപ്റ്റ് എഴുതി സീൻ ഓർഡർ ഉണ്ടാക്കി വന്നു. പിന്നെ ഞങ്ങളിരുന്ന് വർക്ക് ചെയ്തു ഹിന്ദിയിൽ. അപ്പോൾ ഇതിനകത്ത് ഫീമെയിൽ ക്യാരക്ടറാണ് ഈ കഥ കൊണ്ടുപോകുന്നത്. അതിൻ്റെ കൂടെ വളരെ ഇമ്പോർട്ടൻ്റ് ആയ രീതിയിലുള്ള ക്യാരക്ടറൈസേഷനിൽ ഒന്നാണ് ഈ പറഞ്ഞ ഹീറോ ക്യാരക്ടർ. പക്ഷെ ഹിന്ദിയിലൊരു പ്രോബ്ലം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഹീറോയ്ക്ക് പ്രോമിനൻസ് വേണം ഭയങ്കരമായ രീതിയിൽ. അപ്പോൾ അതിനുള്ള ചേഞ്ചസ് ആവശ്യപ്പെടുന്നു, ചെയ്യുന്നു. അപ്പോൾ ഞങ്ങൾക്കത് ഡൈജസ്റ്റ് ആയില്ല. കുറേ ട്രൈ ചെയ്തിട്ട് അവസാനം 4-5 വർഷം കഴിഞ്ഞപ്പോഴത്തേക്കും ഞാനത് വിട്ട് കളഞ്ഞേക്കാൻ തോന്നുന്നു. പക്ഷേ എൻ്റെ ഒരു ബുദ്ധിമുട്ടെന്ന് വെച്ചാൽ 5 വർഷം എൻ്റെ കൂടെ ആ മനുഷ്യൻ നടന്നതാണ്. ഈ സബ്ജക്റ്റിൽ നമുക്കുള്ളൊരു വിശ്വാസം. അപ്പം ഞാൻ പറഞ്ഞു നമുക്കൊന്ന് മലയാളത്തിൽ ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഒരു ശരിയെന്നുണ്ട്. അപ്പം ഞാൻ ആദ്യം വിളിച്ചത് ആസിഫിനെയാണ്. കാരണം അത് ആസിഫിൻ്റെ ഒരു പ്രത്യേകത വെച്ചാൽ ഞാൻ ഇതിനു മുമ്പ് കോമൻ വർക്ക് ചെയ്തപ്പോഴും പിന്നെ ഇദ്ദേഹം ചെയ്ത പല സിനിമകളും ഒക്കെ നോക്കുക ഞാൻ കണ്ടിട്ടുണ്ട്. ഇപ്പം റോഷാക്കുന്ന പടത്തിനകത്ത് എന്താണ് ആ കണ്ണുകൾ മാത്രമേ ഉള്ളൂ, പക്ഷെ അത് ചെയ്തില്ലേ, അത് ഭയങ്കര പേരും കിട്ടി. അപ്പം അത് എനിക്ക് ഇത്രയും സ്ക്രീൻ സ്പേസ് ഉള്ളൂ എന്ന് ഓർത്ത് ചെയ്യാതിരിക്കുന്നതല്ല. അതിനകത്ത് അത് ആസിഫിൻ്റെ ഇൻ്റലിജൻസ് ആണ് ഞാൻ നോക്കും. അപ്പം എനിക്ക് ഇത് ഞാൻ ആസിഫിൻ്റെ അടുത്ത് പ്രസൻറ്റ് ചെയ്തു, ഇതാണ് സംഭവം. അപ്പോൾ ഒരു ഔട്ട്ലൈൻ പറഞ്ഞു. എന്നോട് പറഞ്ഞു എനിക്കിത് സ്ക്രീൻ പ്ലേ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് കേട്ടാൽ ഞാൻ പറയാം ചേട്ടാ എന്ന് പറഞ്ഞു. ഞാൻ സ്ക്രീൻ പ്ലേ പറഞ്ഞപ്പോൾ എന്നോട് ചേട്ടാ ഞാനും ചെയ്യാം, ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ അപർണയിലേക്കും ബാക്കി കാസ്റ്റിങ്ങിലേക്കും പോയത്. ഞാനിപ്പോൾ തുറന്നു പറയാണ്, ഇപ്പം അത് ആസിഫ് സത്യം ആസിഫ് അത് ചെയ്യുന്നില്ലെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ പ്രോജക്റ്റ് ഉണ്ടാവില്ല. അതാണ് സത്യം. ഇപ്പറഞ്ഞ ജിത്സാവുമായിട്ട് ഇപ്പോൾ 3ാമത്തെ ചിത്രമാണ് വരുന്നത്. അപ്പോൾ നമ്മുടെ എതിരെ നിൽക്കുന്ന ഒരാൾ, അപ്പോൾ നമ്മൾ കണ്ടിന്യൂസ് ഒരാളായിട്ട് വർക്ക് ചെയ്യുമ്പോൾ നമ്മുടെ എതിരെ നിൽക്കുന്ന ആൾ എന്ത് ചിന്തിക്കുമെന്ന് ഓട്ടോമാറ്റിക്കലി പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സെൻസ് ഉണ്ടാവില്ല നമുക്ക്. അയാൾ എന്തായിരിക്കും ചിന്തിക്കുന്നത്, അയാൾ എന്തായിരിക്കും പറയാൻ വരുന്നത്, അയാൾക്ക് എന്താണ് വേണ്ടത് എന്നൊരു സെൻസ് ഉണ്ടാവില്ല. ഇപ്പം മിറാഷിലേക്ക് വരുമ്പോൾ ജിത്തു സാർ എന്താണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, ക്യാരക്ടർ എന്തൊക്കെ ട്രാൻസ്ഫോർമേഷൻ വേണം, അല്ലെങ്കിൽ പറയാതെ തന്നെ ഈ ക്യാരക്ടറിന് എന്തൊക്കെ ചെയ്യണം എന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റിയായിരുന്നു? എനിക്ക് ജിത്തു സാറിൻ്റെ കൂടെ വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ കൂമനാണ് ഞാൻ ആദ്യമായിട്ട് സാറിൻ്റെ കൂടെ ചെയ്യുന്നത്. അന്ന് എനിക്ക് മനസ്സിലായതാണ് ഓരോ ഷോട്ടിനും എന്ത് ചെയ്യണം എന്നുള്ളത് വളരെ കൃത്യമായിട്ട് സാറ് തന്നെ നറേറ്റ് ചെയ്ത് തരും. അത് എത്ര ടേക്സ് പോയിട്ടാണെങ്കിലും സാർ ആഗ്രഹിക്കുന്നതിലേക്ക് എത്തുന്നത് വരെ മെനക്കിടാൻ എല്ലാവരും റെഡിയാണ്. അപ്പം മിറാഷിനെ വിളിക്കുമ്പോഴും അത് തന്നെയായിരുന്നു. എനിക്ക് എൻ്റെ ഭാഗത്തു നിന്നുള്ള പ്രിപ്പറേഷനേക്കാൾ കൂടുതൽ, ഇപ്പം എൻ്റെ ക്യാരക്ടർ ഒരു ഓൺലൈൻ ജേർണലിസ്റ്റ് ആണ്, കുറച്ച് ഹൈപ്പർ ആക്റ്റീവ് ആണ്, എവിടെയും എന്ത് റിസ്ക് എടുക്കാൻ തയ്യാറായിട്ടുള്ള ഒരാളാണ്. അപ്പം ഇങ്ങനെ ഒരു ബേസിക് ഐഡിയ ക്യാരക്ടറിനെ പറ്റിയുണ്ട്. പിന്നെ ഇതൊരു ത്രില്ലർ ആയതുകൊണ്ടും ഇതിൻ്റെ സ്ക്രീൻ പ്ലേ, ഞാൻ എപ്പോഴും പറയാറുണ്ട്, എന്നെ സംബന്ധിച്ചിടത്തോളം സിനിമയുടെ പില്ലർ എന്ന് പറയുന്നത് അതിൻ്റെ സ്ക്രീൻ പ്ലേ ആണ്. അപ്പം ആ സ്ക്രീൻ പ്ലേ ഭയങ്കര സോളിഡ് ആണ്. ഞങ്ങളെല്ലാവരും ആ സ്ക്രീൻ പ്ലേ ഡിമാൻഡ് ചെയ്യുന്ന രീതിയിലേക്ക് പെർഫോം ചെയ്യണമെന്നുള്ളതാണ് ഞങ്ങൾക്കുണ്ടായിരുന്ന ഒരു വെല്ലുവിളി. അത് സാറ് കൃത്യമായിട്ട് ഞങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നുണ്ടായിരുന്നു. അയാളുടെ ഒരു വില്ലൻ എന്ന് പറയുമ്പോൾ അയാളുടെ സ്വഭാവം തന്നെയാണ്. രാവിലെ പോലീസും രാത്രി കള്ളനുമാവുന്ന ഒരു മനുഷ്യൻ, അയാളുടെ സ്വഭാവമാണ് അയാളുടെ ഏറ്റവും വലിയ പ്രശ്നം. ഇപ്പോൾ മിറാഷിന് അങ്ങനെ ഒന്നുണ്ടോ, അങ്ങനെ ഡ്രാമ വർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ ഉണ്ടോ ക്യാരക്ടറിന്? ഇത് ഇപ്പൊ ഈ 24-ലും ഞാൻ ഫേസ് ചെയ്തൊരു പ്രശ്നം ഇതാണ്. ത്രില്ലർ സിനിമകളുടെ ഭാഗമാകുമ്പോൾ റിലീസിന് മുന്നേ ഒരു പരിധി വിട്ട് ഒന്നും പറയാൻ പറ്റില്ല. അപ്പൊ ഇതിനും ആ പ്രശ്നമുണ്ട്. അതെ, ഭയങ്കര കോംപ്ലിക്കേഷൻ ഒന്നുമില്ല. നമ്മൾക്ക് വളരെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരാളാണ്. ഇപ്പം നിങ്ങളെയൊക്കെ പോലെ തന്നെ ഉള്ളൊരു സ്വഭാവമുള്ള, എല്ലായിടത്തും എത്തിപ്പെടാൻ ശ്രമിക്കുന്ന ഒരു വീഡിയോ, എന്താ പറയുക, ഒരു ക്യാമറ ഉണ്ടാവും കയ്യിൽ, എപ്പോഴും ഒരു ടീം ഉണ്ടാവും. അപ്പൊ അത്രയും ആക്റ്റീവായിട്ട് നിൽക്കുന്ന ഒരാളാണ്. അതില്ല അപ്പുറത്തേക്ക് വലിയ കോംപ്ലിക്കേഷൻ ഉള്ള ക്യാരക്ടർ അല്ല. അതെ, ക്യൂരിയസ് ആണ്. സാർ പറയാറുണ്ട് ചില പടത്തിൽ ഞാൻ മനഃപൂർവ്വം ലാഗ് ഇടാറുണ്ട്, സ്റ്റോറി ടെല്ലിംഗ് ഡിമാൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ ലാഗ് ഞാൻ ഇടാറുണ്ട്. അപ്പോൾ ഈ അടുത്ത് ഇപ്പോൾ വരുന്ന സിനിമകളിലൊക്കെ എഡിറ്റ് പാറ്റേൺ നോക്കുകയാണെങ്കിൽ ശമനൊക്കെ ഒരു ശ്വാസം പോലും ഇടാൻ സൗകര്യമില്ലാത്ത പോലെയാണ് എഡിറ്റ് പാറ്റേൺ സെറ്റ് ചെയ്തേക്കുന്നത്. അപ്പോൾ ആ രീതിയിലുള്ള ഡിസ്കഷൻസ് നടക്കാറുണ്ടോ സാറായിട്ട്? എന്തായിരിക്കും എഡിറ്റ് പാറ്റേൺ, നമ്മുടെ ഇപ്പോൾ ഉള്ള ഫാസ്റ്റ് ആ മൂവ്മെന്റിൽ പോകണം,
അതോ സാറിന്റെ രീതി വിഷ്ണു, ഓരോ സിനിമയ്ക്കും ഓരോ രീതി ഉണ്ട്, അത് ഡിമാൻഡ് ചെയ്യുന്ന. ചില സ്ഥലത്ത് ഇമോഷൻസ് നമുക്ക് കൺവേ ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെ ആ സ്പേസ് അർഹിക്കുന്ന ഒരു സമയം കൊടുക്കണം. അത് നമുക്ക് ചിലപ്പോൾ ഒരു ക്രൗഡിന്റെ കൂടെ ഇരുന്ന് കാണുമ്പോൾ നമുക്കത് ലാഗായിട്ട് ഫീൽ ചെയ്തേക്കാം. പക്ഷെ ആ കഥ കമ്മ്യൂണിക്കേറ്റ് ആവണമെങ്കിൽ, ആ സിറ്റുവേഷൻ കമ്മ്യൂണിക്കേറ്റ് ആവണമെങ്കിൽ ആ ലാഗ് വേണം. ഇപ്പം ലെവൽ ക്രോസ് എന്ന് പറഞ്ഞ സിനിമ തിയേറ്ററിൽ ഇരുന്ന് കാണുമ്പോൾ അത് വളരെ സ്ലോ പേസ്ഡ് ആയിട്ടുള്ള ഒരു സിനിമയാണ്. പക്ഷെ അത് ഒറ്റയ്ക്ക് ഇരുന്ന് കണ്ടിട്ടാണ് ഏറ്റവും കൂടുതൽ, OTT വന്നതിന് ശേഷമാണ് അതിന് ഏറ്റവും കൂടുതൽ റിവ്യൂ വന്നത്. അതിന്റെ കാരണം ആ കാണുന്ന ആള് അത് കംപ്ലീറ്റ് ആയിട്ട് ആസ്വദിച്ച് അത് മനസ്സിലാക്കി കാണുന്നത്. അപ്പൊ അതിൻ്റെ അകത്തൊരു ലാഗ് ഫീൽ ചെയ്യില്ല. ഇപ്പൊ നമ്മള് ഇന്റർനാഷണൽ സിനിമ പറയുമ്പോൾ ഒക്കെ നമ്മൾ പല ടർക്കിഷ് സിനിമകളെ കാണുമ്പോൾ നമുക്ക് തോന്നാറുണ്ട്, പക്ഷെ അവസാനം കിട്ടുന്ന ഒരു മൊമെന്റിലായിരിക്കും ആ സിനിമയുടെ ഫുൾ ഐഡിയ നമുക്ക് ഡൈജസ്റ്റ് ആവുന്നത്. അപ്പൊ അത് ഓരോ സിനിമയുടെ പാറ്റേൺ അനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. ഇപ്പം തലവൻ ചെയ്യുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ജിസ് ശ്രമിച്ചുകൊണ്ടിരുന്ന ഒരു കാര്യം എവിടെയൊക്കെ അത് ടൈറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. കാര്യം ആ സിനിമ ഷൂട്ട് കഴിഞ്ഞ് 8 മാസം കഴിഞ്ഞിട്ടാണ് അത് റിലീസായത്. ആ 8 മാസവും അതിന്റെ എഡിറ്റിന് വേണ്ടിയിട്ടാണ് സമയമെടുത്തത്. അപ്പം അങ്ങനെ ഓരോ സിനിമയ്ക്കും ഓരോ സ്റ്റൈലായിരിക്കണം. ജിത്തു സാറിന് മാത്രം എവിടുന്നാണ് ഇത്ര അധികമുള്ള പുതുമയുള്ള ത്രില്ലറുകൾ വന്നെത്തുന്നത്? പിന്നെ അടുത്തത് വരാൻ പോകുന്നത് വലതുവശത്തെ കള്ളനാണ്, അത് കഴിഞ്ഞ ദൃശ്യം 3 ആണ്. എവിടുന്നാണ് ഇത്രയുള്ള പുതുമകൾ ഐഡിയകൾ വരുന്നത്? അല്ല, എൻ്റെ ത്രില്ലറിന്റെ പുതുമകളുണ്ടെന്ന് അറിയുന്നതിൽ വളരെ സന്തോഷം. ഞാനാണ് ചെയ്ത് മടുത്ത് വേറെ വല്ല ജോണറിലേക്ക് മാറണം എന്ന് ആഗ്രഹിച്ച് നടക്കുക. കാരണം എൻ്റെ പേടി അത് തന്നെ. നമ്മളിത് കുറച്ച് ചെയ്ത് കഴിയുമ്പോൾ എനിക്ക് തന്നെ ഞാൻ ചില ഷോട്ടൊക്കെ എടുക്കുമ്പോൾ ഇതൊക്കെ തന്നെയല്ലേ ഞാൻ മറ്റേതിലൊക്കെ ചെയ്ത് എന്നൊക്കെ തോന്നും. ഏതൊരു ഇതിനെ വെച്ചിട്ട് ഞാൻ സ്ലോ മോഷൻ വേണം, ഇതെല്ലാം നമ്മൾ മറ്റേ സിനിമകളിലൊക്കെ സ്ലോ മോഷൻ. അപ്പം അതായത് നേരത്തെ പറഞ്ഞ ക്ലീഷേ എന്ന് പറഞ്ഞ സാധനം. അപ്പം നമ്മൾ എന്നോട് എൻ്റെ ADs പറഞ്ഞില്ല സാറേ അത് സാറത് സ്ലോ മോഷൻ തന്നെ ചെയ്യാം. അപ്പം ഞാൻ കൺഫ്യൂസ്ഡ് ആകുകയാണ്. അപ്പം ഇപ്പം നമ്മൾ പണ്ട് ഞാൻ അദ്ദേഹത്തിൻ്റെ സിനിമ, നസീർ സാറിൻ്റെയൊക്കെ സിനിമകളിലൊക്കെ കണ്ടിട്ടുണ്ട്. ഈ വില്ലനും നായകനും കൂടെ കത്തി പിടിച്ചിട്ട് കത്തി ഇങ്ങോട്ട് വരുന്നു, കുറച്ച് കഴിയുമ്പോൾ കത്തി അങ്ങോട്ട് തിരിയുന്നത്, ഇതിൻ്റെ അല്ലെ കയറിങ്ങനെ തൂങ്ങിക്കൊണ്ടിരിക്കും, ഇങ്ങനെ ഓരോ ലെയറായിട്ട് പൊട്ടിക്കൊണ്ടിരിക്കും. ഇതൊക്കെ ഇപ്പോഴും ഹോളിവുഡ് സിനിമകളിൽ യൂസ് ചെയ്യുന്നുണ്ട്. കാരണം ആ ക്ലീഷേസ് അപ്പോഴും തിയേറ്ററിൽ ഒരു കഥയായിട്ട് ഇങ്ങനെ പോകുമ്പോൾ അതിനകത്തൊരു ചെറിയ അത് ക്ലീഷയാണെങ്കിൽ പോലും നമുക്ക് ടെൻഷൻ തരുന്നുണ്ട്. അത് എവിടെ എങ്ങനെ ഏത് ലെവലിൽ അത് യൂസ് ചെയ്യുന്നു എന്നുള്ളതിലാണ് ക്രിയേറ്ററും എടുക്കുന്ന വിശ്വസിക്കുന്ന ഒരാളാണ്. അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ചോദ്യത്തിൽ ഇതാണല്ലോ ഡിഫറെൻ്റ് ആയിട്ടുള്ളത്. ഇപ്പം ഞാൻ തന്നെത്താൻ എഴുതുമ്പോൾ ഒത്തിരി സമയം വരുന്നുണ്ട് കഥകൾ തപ്പിയെടുത്ത് അല്ലെങ്കിൽ അത് എഴുതിയെടുക്കാനായിട്ട്. അപ്പോൾ എൻ്റെ അടുത്ത് ഒത്തിരി പുതിയ കഥകൾ വരുമ്പോൾ അതിനകത്ത് നിന്ന് വ്യത്യസ്തമാണെന്ന് തോന്നുന്ന സബ്ജക്റ്റുകൾ ഞാൻ കൂടെ ഇരുന്ന് വർക്ക് ചെയ്തു, അല്ലാതെയൊക്കെ ആയിട്ട് ചെയ്യും. ഇപ്പം പല ദിവസങ്ങളിൽ അങ്ങനെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് വന്ന ഡിനു നിങ്ങൾക്ക് അറിയാം, കൂദാശ എന്ന് പറഞ്ഞ സിനിമ ചെയ്ത ഒരാളാണ്. ആ സ്ക്രിപ്റ്റ് ഇങ്ങോട്ട് എടുത്തു വെച്ച് നോക്കി എനിക്ക് അതിനകത്ത് വലിയ കാര്യമായിട്ട് പണിയേണ്ട വന്നില്ല. കാരണം അത് ഓൾറെഡി അതൊരു ഇമോഷണൽ ത്രില്ലറാണ്. പക്ഷെ ഇത് ഇങ്ങനെ ഇമോഷൻസ് ഒന്നുമില്ല. ഇത് കുറച്ചുകൂടെ കുറേ സംഭവവാസങ്ങളാണ് ഇതിനകത്ത്. അപ്പം നമ്മളങ്ങനെ ഇതൊക്കെ ഒരു തോന്നലിലൊക്കെ ചെയ്യുക. അതിപ്പം ചിലപ്പോൾ അത് വർക്കൗട്ട് ആകും, അല്ലാതെയും സംഭവിക്കുക. അത് ഒരു ഗട്ട് ഫീലിംഗ് എന്ന് പറയില്ലേ നമ്മൾ, ഇത് വർക്കൗട്ട് ഇത് കൊള്ളാലോ എന്ന് എനിക്ക് തോന്നുന്നു. ചിലപ്പോൾ അത് വേറെ ആൾക്ക് ചിലപ്പം കൊള്ളിയാലെന്നും തോന്നാം. സബ്ജക്റ്റീവാണ്. പിന്നെ നമ്മൾ ഒരു സിനിമ എപ്പോഴായിട്ടാണ് മജോറിറ്റി ഇഷ്ടപ്പെടുമ്പോഴല്ലേ, അപ്പോഴും അഭിപ്രായ വ്യത്യാസമുള്ളവരുണ്ട്. ഇപ്പൊ ദൃശ്യത്തെ കുറിച്ച് ചോദിക്കുമ്പോൾ 1 ചിലർക്ക് ഇഷ്ടം, ചിലർ 2 അതിനേക്കാൾ നല്ലത്. ഇതൊക്കെ എന്ന് പറയുന്ന പോലെ ഞാനിങ്ങനെ ഓരോ സബ്ജക്റ്റ് എടുക്കുമ്പോൾ ഡിഫറെൻ്റ് എന്ന് എനിക്ക് തോന്നിയാ ചെയ്യുന്നത്. അപ്പം വളരെ സന്തോഷം തോന്നി കേട്ടോ, ഡിഫറെൻ്റ് ആയിട്ട് അങ്ങനെ നിങ്ങൾക്കത് കിട്ടുന്നുണ്ടെങ്കിൽ. എനിക്കൊരു പേടിയായിരുന്നു ഇത് എന്താ പറയുക റെപ്പറ്റീഷൻ അല്ലെങ്കിൽ ഒരേ പാറ്റേൺ വരുന്ന പോലെ തോന്നുന്നുണ്ടോ എന്നൊരു പേടിയായിരുന്നു സത്യം. അതുകൊണ്ട് ഭയങ്കര സന്തോഷം. ഒരു അരവരവ് എന്നൊക്കെ പോലെ ഇതിന്റെ പ്രശ്നം എന്നറിയോ, അത് എക്സ്പെക്ടേഷൻ ആണ്. ഇത് ഇപ്പം 1 ദൃശ്യത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ 1ന്റെ ഒരു സ്ക്രിപ്റ്റിംഗ് പാറ്റേൺ ഉണ്ടായിരുന്നു. 2 എഴുതിയപ്പം ആ കഥ ഡെവലപ്പ് ചെയ്ത് വന്നപ്പോൾ അതിൻ്റെ ഒരു സ്ക്രിപ്റ്റിംഗ് പാറ്റേൺ, പ്രത്യേകിച്ച് ആ റൈറ്റർ വന്നിരുന്ന് കഥ പറയുമ്പോൾ അങ്ങനെ ഒരു കട്ടിങ് ഒക്കെ അത് വന്നപ്പോൾ അതങ്ങനെ സംഭവിച്ചതാണ്. അല്ലാതെ ഞാനൊരു വ്യത്യസ്തമായി സ്ക്രിപ്റ്റ് ചെയ്തേക്കാൻ നിർത്തുന്നു ചെയ്തതല്ല. ഇപ്പൊ 3rd വരുമ്പോൾ ഇപ്പൊ ഞാൻ ചിലര് അനൗൺസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇതിൻ്റെ അടിയിൽ എഴുതിയേക്കുന്ന കണ്ടു, 2ന്റേക്കാൾ മുകളിലുള്ള സ്ക്രിപ്റ്റിംഗ് ആയിരിക്കണം എന്നൊക്കെ പറഞ്ഞു. എനിക്ക് അങ്ങനെയൊന്നും ചെയ്യാൻ അറിയാൻ പറ്റില്ല. 3rd ഞാൻ കഥയെ അപ്രോച്ച് ചെയ്യുന്ന ഒരു രീതിയുണ്ട്. അവിടുത്തെ സംഭവവാസങ്ങൾ എന്താണ്, ആ സംഭവവാസങ്ങൾ എങ്ങനെ ഓഡിയൻസിലേക്ക് പ്രസന്റ് ചെയ്യണം, അതിനു വേണ്ടി ഞാൻ സ്ക്രിപ്റ്റ് ചെയ്യുന്നു. അതുകൊണ്ട് 2ന്റെ സ്ക്രിപ്റ്റിംഗ് പാറ്റേണേ അല്ല 3rd.
ടോട്ടലി ഡിഫറെൻ്റ് ആണ്. മേ ബി കുറച്ചുകൂടി ഒരു ഫസ്റ്റിൻ്റെ ഒരു പാറ്റേണിലേക്കാണ് അത് പോകുന്നത് എന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ അങ്ങനെ ഒരു ഭയങ്കരമായ സ്ക്രിപ്റ്റിംഗ് പാറ്റേൺ ഒക്കെ എക്സ്പെക്ട് ചെയ്ത് വരുന്നവർക്ക് എനിക്കറിയില്ല. അതുകൊണ്ട് അതധികം പ്രതീക്ഷിക്കാതെ വരിക. ജോർജ് കുട്ടിയുടെ കുടുംബത്തിൽ ഇനി എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ, അവിടെ ഇപ്പോൾ എന്താണ് സംഭവിക്കുന്നത്, 4.5 വർഷങ്ങൾക്ക് ശേഷം അവിടെ എന്ത് സംഭവിക്കുന്നു എന്ന് അറിയാനുള്ള ഒരു ആകാംക്ഷയിൽ വരിക. അതിനപ്പുറത്തേക്ക് വലിയ പ്രതീക്ഷയോടെ വരാതിരിക്കുന്നതായിരിക്കും നല്ലത്. ഈ ദൃശ്യത്തിന്റെ റിലീസുമായി ബന്ധപ്പെട്ടിട്ട് മലയാളം മാത്രമല്ല തെലുങ്കും ഹിന്ദിയും ഒക്കെ അതുമായിട്ട് ബന്ധപ്പെട്ട് എടുക്കുക. അപ്പോൾ പല തിയറീസൊക്കെ അന്ന് സോഷ്യൽ മീഡിയയിൽ വന്നിരുന്നു. ഹിന്ദിയാണ് ആദ്യം റിലീസ് ചെയ്യുക, അത് കഴിഞ്ഞിട്ടായിരിക്കും മലയാളം, ഇതിനിടയിൽ തെലുങ്ക് സൈമിൾട്ടേനിയസ്ലി ഷൂട്ട് ചെയ്യും. അങ്ങനെ പല പല തിയറീസ് ഉണ്ട്. ശരിക്കും എന്താ മലയാളം തന്നെയാണോ ആദ്യം ഇറങ്ങുന്നത്? ഇതിന്റെ തിയറീസിനെ കുറിച്ച് പറയാം. നിങ്ങൾ ആരെങ്കിലും ഈയിടെ ശ്രദ്ധിച്ചായിരുന്നോ? ഈ ഒരു 2 ആഴ്ച മുമ്പ് ഞാനും മമ്മൂക്കയും കൂടെ ഒരു പടം വരുന്നു, അതിന്റെ സ്ക്രിപ്റ്റ് ഡിസ്കഷൻ കഴിഞ്ഞ് ലോക്ക് ചെയ്തു എന്നൊക്കെ പറഞ്ഞു. ഞാനൊരു സംഭവം അറിഞ്ഞില്ല, അങ്ങനെ ഒരു സംഭവം ഉണ്ടായില്ല എന്ന് പറഞ്ഞ പോലെയാണ്. അത് ഓൺലൈൻ ന്യൂസിൽ വന്ന ഒരു ഇതാണ്. അവർ ഞങ്ങളെ കോണ്ടാക്ട് ചെയ്തു, എന്താണ് തേർഡിന്റെ വല്ല നീക്കങ്ങളുണ്ടോ, അപ്പോൾ പറഞ്ഞു ഇങ്ങനെ നോക്കുവാണ് ഇതാണ് എന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു അവർക്കും ഇങ്ങനെ ഒത്തിരി പേര് ഇത് അയക്കുന്നുണ്ട്, പുറത്തുനിന്ന് വല്ലതും നോക്കുന്നുണ്ടോ. ഞാൻ ഇല്ല, പുറത്തുനിന്ന് നോക്കുന്നില്ല, ഞാൻ പറഞ്ഞു എനിക്കും അയക്കുന്നുണ്ട്. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ആ ഒരു ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന അങ്ങനത്തെ ഒരു ഐഡിയ കിട്ടി. ഞാനത് ഡെവലപ്പ് ചെയ്തപ്പോൾ അവരുമായിട്ട് ഷെയർ ചെയ്തു. അപ്പോൾ അവരൊരു താല്പര്യം പറഞ്ഞു, ഒന്നിച്ചൊന്ന് റിലീസ് ചെയ്താൽ കൊള്ളാമെന്നുണ്ട്. കാരണം അവരുടെ ഇതിൻ്റെ ഇപ്പോൾ ഇപ്പോഴത്തെ പ്രത്യേകിച്ച് മലയാള സിനിമ ഇറങ്ങിയാൽ പാൻ ഇന്ത്യൻ ആയിട്ട് ആൾക്കാരിത് കാണും. അതിപ്പോൾ ജസ്റ്റ് സബ് ടൈറ്റിലാണെങ്കിലും ആൾക്കാർ കാണും. അപ്പം ഇവരുടെ റവന്യൂ ബാധിക്കുന്നു, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു ഒരു ഡിസ്കഷൻ നടന്നു. അതിൻ്റെ ഡിസ്കഷൻ ഇപ്പോഴും നടക്കുന്നുണ്ട്. ഇപ്പോൾ ഞാൻ ആ സ്ക്രിപ്റ്റ് എഴുതി, അത് അവരിവിടെ വന്നു, അത് ഇംഗ്ലീഷ് വേർഷൻ വായിച്ചു, ചില ഡിസ്കഷൻസ് ഉണ്ടായി. ഓഫ് കോഴ്സ് അവർക്ക് കൾച്ചറലി കുറച്ച് ചേഞ്ചസ് ഒക്കെ ചെയ്യണം. അപ്പോൾ അവരതിൻ്റെ പ്രോസസ്സിലാണ്. ഇതാണ് അതിൻ്റെ നിജസ്ഥിതി. അല്ല, അതേപോലെ അതിന്റെ ഡിസ്കഷൻസ് നടക്കുന്നേ ഉള്ളൂ. ഇപ്പൊ ഞങ്ങൾക്ക് വലിയ താമസമില്ലാതെ ഷൂട്ട് തുടങ്ങും, അവരും ഷൂട്ട് തുടങ്ങുമെന്ന് എനിക്ക് തോന്നുന്നത്. അതിന്റെ ഡിസ്കഷൻ അതൊക്കെ പ്രൊഡക്ഷൻ സൈഡിലാണ്. ഞാൻ അതിനകത്ത് ഇടപെടേണ്ട കാര്യമില്ല. ഞാൻ ക്രിയേറ്റീവ് സൈഡിൽ കാര്യങ്ങൾ നോക്കുന്നയാളല്ലേ. ജിത്തു സാർ, അതേപോലെ ഇപ്പം മലയാള സിനിമ എത്ര കാശ് ഇറക്കുന്നു എന്നുള്ളതല്ല, അതിൽ എത്രത്തോളം കണ്ടന്റ് ഉണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് ഇറങ്ങിയ ലോക സിനിമ 200 കോടി കഴിഞ്ഞു. അപ്പോൾ ഏതൊരാളും പറയുന്നത് വെച്ചാൽ അതിൽ നമ്മൾ ഇതുവരെ കാണാത്ത നമ്മൾ കേട്ടുകളിയുള്ള കഥകൾ പോലും ഇങ്ങനെയും ലെവലാക്കി ചെയ്യാൻ പറ്റും എന്നൊരു സാധനം ഉണ്ടാകുന്നത്. തിയേറ്ററിൽ വലിയ വിജയം ഉണ്ടാക്കിയ സിനിമയാണത്. അപ്പോൾ എപ്പോഴെങ്കിലും ഇതേപോലത്തെ പറയാതെ പോയാൽ ഇതേപോലെ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു ജോണർ എപ്പോഴെങ്കിലും സാറിന് ഉണ്ടായിട്ടുണ്ടോ? അല്ല, ഡിഫറെൻറ്റ് ജോണേഴ്സ് ട്രൈ ചെയ്യണമെന്ന് എനിക്ക് അതിയായ ആഗ്രഹമുണ്ട്. ഞാൻ എപ്പോഴും വിശ്വസിക്കുന്നത് ഒരു ഇൻഡസ്ട്രിയിൽ ഡിഫറെൻറ്റ് ജോണേഴ്സ് വരണം. ഇപ്പോൾ ലോകം വന്നു, ഇതിപ്പോൾ പറ്റുന്ന എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി കുറേ ആൾക്കാർ എന്നാൽ നമുക്കൊരു സൂപ്പർ ഹീറോ എടുത്ത് ചെയ്തേക്കാന്ന് പറഞ്ഞിട്ട് ഇറങ്ങരുത്. അത് അവർ ചെയ്തു, അവരതിൻ്റെ അടുത്ത് ചെയ്തു. ഇപ്പം നമുക്കിപ്പോൾ നമ്മുടെ ഒരു ഡ്രാമയാണ് അല്ലെങ്കിൽ ഒരു കോമഡിയാണുള്ളത്. എന്താണെങ്കിലും അത് ആൾക്കാരെ എൻ്റർടൈൻ ചെയ്യുന്ന രീതിയിൽ അത് പ്രസൻറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അവരെ തിയേറ്ററിൽ നിങ്ങൾക്ക് എന്താ വേണ്ടത്? തിയേറ്ററിൽ വന്നിരിക്കുമ്പോൾ നിങ്ങൾ എൻ്റർടൈൻഡ് ആവണം, അത്രേ ഉള്ളൂ. അതിന് സ്ക്രിപ്റ്റിങ്ങിൽ സമയമെടുത്ത് അതിൻ്റെതായി വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ റിസൾട്ട് കിട്ടുമെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. പിന്നെ എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് എല്ലാ ടൈപ്പ് ജോണേഴ്സ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. ഇപ്പം ഇത് പ്രശ്നം വെച്ചാൽ ബാക്ക് ടു ബാക്ക് ത്രില്ലേഴ്സ് വരുന്നു. ഇതൊരു 2-3 വർഷം മുമ്പുള്ള സബ്ജക്ട്സ് ആണ്. ഇപ്പം ഞാൻ അന്നോട്ട് വർക്ക് ചെയ്തൊക്കെ തുടങ്ങി വന്നതാണിത്. ഇപ്പം ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ചില സബ്ജക്ട്സുകളുണ്ട്, അതിനകത്ത് കുട്ടികളുടെ സിനിമയുണ്ട്, അങ്ങനത്തെ ഒരു ഡിഫറെൻ്റ് ആയിട്ട് ജോണറുകൾ. അപ്പം ഞാൻ കൂടുതൽ പറയുന്നില്ല ഏതൊക്കെ ജോണേഴ്സാണ്. അപ്പം അത് ചിലപ്പോൾ സംഭവിക്കുന്നത് ചിലപ്പോൾ 2 വർഷം കഴിഞ്ഞായിരിക്കും. അപ്പം അതാണ് എനിക്ക് ഡെഫിനറ്റ്ലി മാറി ചെയ്യണമെന്നുണ്ട്. അത് ഇനിയിപ്പോൾ ഞാൻ ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം ഒരാൾ ചോദിച്ചൊരു മൾട്ടി ഹീറോ പടം ചെയ്യാൻ സാറിന് ആഗ്രഹം. ഞാൻ ഒരു കഥ വന്നാൽ അവിടെ ഒരു മൾട്ടി ഹീറോയ്ക്കുള്ള സ്പേസ് ഉണ്ടെങ്കിൽ ഞാൻ ചെയ്യും. ഒരു നല്ല കഥ വരുമ്പോൾ അതിനകത്ത് ഒരു സൂപ്പർ ഹീറോയ്ക്കുള്ള സ്പേസ് ഉണ്ടെങ്കിൽ ചെയ്യും. അല്ലാതെ ഇത് ചെയ്യണം എന്ന് പറഞ്ഞ് ഞാൻ ഇറങ്ങാറില്ല. അത്രേ ഉള്ളൂ.